ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. ആദ്യമേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോണ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ട്രേ ആണ് എടുത്തേക്കണത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം ഷേപ്പിൽ ആ ബട്ടർ പേപ്പറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഓയിലോ ബട്ടറോ തേച്ചിട്ട് മൈദ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഓയിലോ ബട്ടറോ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിലേക്ക് ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 കോഴിമുട്ട ആവശ്യമുണ്ട്. എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മളെടുത്ത 3 മുട്ടയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ട് യെല്ലോയിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണ എഗ് വൈറ്റ് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരു ബീറ്റർ ഉപയോഗിച്ച് ഒരു 4-5 മിനിറ്റ് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ ഞാൻ മിക്സിയിൽ അടിച്ച് ഒന്ന് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ടാണ് ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്ത ശേഷം അടുത്ത ചേർക്കുക. കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗറും എഗ് വൈറ്റൊക്കെ നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണ യെല്ലോ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് യോജിപ്പിച്ചാൽ മതി. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു തട്ടിട്ടിട്ട് ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. ബാറ്റർ നല്ലോണം ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 25 ml പാലും 25 ml ഓയിലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചെറുതായിട്ട് ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചെറിയ സ്റ്റിക്കോ ടൂത്ത് പിക്കോ വെച്ച് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ.